ഹായ് ഒരുവൺ, നമുക്കിന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കി നോക്കാം. എന്താ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാമേ. ആദ്യമായിട്ട് വേണ്ടത് ചിക്കൻ, സവോള, തക്കാളി, പച്ചമുളക്, സ്പൈസസ്, മല്ലി, വെളുത്തുള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഈ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് സാധനം വെച്ചിട്ട് എളുപ്പം ഉണ്ടാക്കുന്നു. ഇത് 4 സവോളയാണ് അരിഞ്ഞ് വെച്ചിരുന്നിരിക്കുന്നത്. പിന്നെ ഒരു സവോള ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു. ഇത് കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോല, അങ്ങനെയുള്ള സാധനങ്ങൾ, മല്ലി, പുതിന, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, തക്കാളി ഒരു 3 ഉണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് അത്യാവശ്യത്തിന് ഇടാവൂ. ഉപ്പ് കൂടിപ്പോയാൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഉപ്പ് കുറച്ചിട്ട് നോക്കിയിട്ട്, ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പിന്നെ ഉപ്പ് ചേർക്കാനായിട്ട്. പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നേരത്തെ ഞാനിതൊന്നും അങ്ങനെ തയ്യാറാക്കി വെക്കത്തില്ലായിരുന്നു കേട്ടോ. അന്നേരം ഇത് ഉണ്ടാക്കി എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം ഇങ്ങനെ ഓർഡറൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുകളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. ഇതിപ്പം ഇനി വന്ന് 2 ആഴ്ചയോളായിട്ട് കേടുകൂടാതെ ഇരിക്കുന്നുണ്ട്. വേറെ മസാല ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. കാര്യം ഒരുപാട് മസാലയുടെ ഇതുണ്ടാകുന്നുണ്ട്, ബിരിയാണി ഒന്നും ഒത്തിരി കഴിക്കാൻ പറ്റത്തില്ല. വേറെ ഇറച്ചി നമ്മൾ ചോറും കറിയൊക്കെ കഴിക്കുന്നതുകൊണ്ട് ബിരിയാണിയൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഈ മസാലകളൊക്കെ കുറച്ച് മീഡിയം ഒരളവിലൊക്കെ നിർത്തി അതൊക്കെ വയ്ക്കണം. ഇത് നന്നായിട്ട് ചിക്കൻ എല്ലായിടവും പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ വൃത്തിക്ക് തേച്ച് വയ്ക്കണം. അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നാൽ മതി. പക്ഷേ ഇത് തലേദിവസമൊക്കെ അങ്ങനെ ചേർത്തിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, എടുത്ത് ചെയ്യാനുള്ള കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും സമയങ്ങൾ. ഇത് പക്ഷേ നമ്മൾ തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മളപ്പം ചിന്തിക്കും ബിരിയാണി വെക്കാൻ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇതൊന്നും നടക്കത്തില്ല. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കടുത്ത ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന ഇതൊരു ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നോൺ സ്റ്റിക്കൊന്നുമല്ല, അല്ലാണ്ട് ഞാൻ മേടിച്ചത്. പക്ഷേ നോൺ സ്റ്റിക്കിൻ്റെ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതാട്ടോ. എണ്ണ കുറച്ച് ഒഴിച്ചു. എണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിക്കാം. എണ്ണ കൂടുതൽ വേണ്ടവർക്ക് എണ്ണ കൂടുതൽ ചേർത്തിട്ട് അങ്ങനെ ഉപയോഗിക്കുക. ഇതൊരു 3-4 ടേബിൾ സ്പൂൺ എണ്ണയുണ്ട്. കാര്യം ഒരുപാട് എണ്ണ തോന്നി ചേർക്കുമ്പോൾ അത്ര രുചി കൂടും. ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ആദ്യം തന്നെ ആ എണ്ണയിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് വീർത്ത് വരണമേ, ആ ഒരു രീതിക്കാണ് ഇത് ചെയ്യാൻ. അന്നേരം ഇത് കോരണം തിരിച്ച്. പിന്നെ എൻ്റെ ചാനലുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങൾ വെറുതെ സ്കിപ്പ് ചെയ്ത് കളയരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഷെയർ ചെയ്യണം. ഇങ്ങനെയൊക്കെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതി. ഞാൻ വലിയ ഷെഫൊന്നുമല്ല, അതെല്ലാ രീതികളിൽ ഉണ്ടാക്കാൻ അങ്ങനെ അറിയത്തില്ല. വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കി പഠിച്ചു. അങ്ങനെയാണ് ഞാൻ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ സാമ്പാർ സ്റ്റോറിയും തുടങ്ങിയത്. ഇപ്പോൾ കുറച്ചായിട്ട് സാമ്പാർ സ്റ്റോറി നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതുവരെ ആഹാരം ഉണ്ടാക്കി കൊടുത്തിട്ട് ആരും കുഴപ്പങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെയും വലിയ ആഗ്രഹം അത് തന്നെയാണ്. ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരം കഴിച്ചിട്ട് എല്ലാവർക്കും സംതൃപ്തിയോടുകൂടി അവർ നല്ലതെന്ന് പറയണം. അതാണ് എനിക്ക് ആഗ്രഹം. പിന്നെ വലിയ ഇതൊന്നും അങ്ങനെ നമ്മളങ്ങനെ പ്രൊഫഷണലായിട്ട് അതൊക്കെ പഠിച്ചു അങ്ങനെയൊന്നുമല്ല. നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഫുഡുകളാണ്. അല്ലാതെ വേറെ ഒരാളുടെ ഇതൊക്കെ എൻ്റേതായിട്ടുള്ള. ഞാൻ പെട്ടെന്ന് ബിരിയാണി നേരത്തെയൊക്കെ ആദ്യമൊക്കെ ബിരിയാണി ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാണ്ട് ടെൻഷനായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അതിലേക്ക് തന്നെ ആ ഉള്ളി ഇട്ടിട്ട് നമുക്കത് തന്നെ വറുത്ത് കോരി എടുക്കാം. ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തും നമുക്കിനി ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും കൂടെ എടുത്ത് മാറ്റി വെച്ചിട്ട് അടുത്ത ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവോളയും വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ
പുതിനയും മല്ലിയൊക്കെ കഴിയാറായി കേട്ടോ. അപ്പം ഇനിയെല്ലാം ബസാറിൽ പോയി മേടിക്കണം. അതിലോട്ട് കറിവേപ്പില, പച്ചമുളക്, സവോള ഇത് മൂന്നും കൂടി ഇട്ട്, ചിലരാണ് ഈ എണ്ണയിലെല്ലാം ഈ കറുകപ്പട്ട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇടത്തില്ലേ, ഗ്രാമ്പൂ ഇലയൊക്കെ, അങ്ങനെ അത് ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ സ്പെഷ്യലി അത് ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്, പെട്ടെന്ന് വഴന്ന് കിട്ടും, ഉപ്പ് ചേർക്കാം. പിന്നെ ഇത്തിരി ഒരു പഞ്ചസാരയും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ആരും പഞ്ചസാര ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്രിസ്പിയോടുകൂടി അത് പെട്ടെന്ന് കിട്ടും. ഓക്കെ, വാടി പെട്ടെന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് വാട്ടിയെടുക്കും സവോള. ഇങ്ങനെ ചിക്കൻ എണ്ണയിലിട്ടാണ് അല്ല, എയർ ഫ്രയറിലാണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകത്തില്ല. ചിക്കനിൽ അങ്ങനെ ഇത് ചെയ്യുമ്പം അതൊരു അരപ്പൊക്കെ പിടിച്ച് നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. ഉപ്പൊക്കെ പിടിച്ചിട്ട് ഒരുമാതിരി നല്ലൊരു ടേസ്റ്റാണ്. മറ്റേ എണ്ണയിലാകുമ്പം അത്ര എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, പിന്നെ അതിൻ്റെ കൂടെ ഒത്തിരി ഹെവി എണ്ണയാകത്തില്ല. ഹെൽത്തൊക്കെ കുറച്ചുകൂടെ ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് അത് നല്ലതാണ്. ഞാൻ സത്യത്തിൽ ഹെൽത്തൊന്നും നോക്കിയിട്ടൊന്നുമല്ല, സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും സമയം കൂടെ ലാഭമായി കിട്ടും. ഇത് നിന്ന് അപ്പുറം ഇപ്പുറം ഇങ്ങനെ മറിച്ചിട്ടൊക്കെ എടുക്കുന്ന ആ ഒരു ടൈം കുറച്ചൊന്ന് ലാഭമായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ വലിയ ഹെൽത്തൊന്നും അങ്ങനെ നോക്കുന്ന ആളൊന്നുമല്ല. കൈ കിട്ടുന്ന എന്നാണോ അതെല്ലാം കഴിക്കും. അങ്ങനെ ഹെൽത്തിനെ കുറിച്ച് വലിയ ചിന്തകളൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്കൊരു 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് വെച്ച് കൊടുക്കും. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്കത് തിരിച്ചൊന്നും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇവിടെ അപ്പുറത്താരോ വന്നു. ഇപ്പം 15 മിനിറ്റ് കഴിഞ്ഞു. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് തിരികെ ഇട്ട് കൊടുക്കണമല്ലോ. ആ ഒരു സൈഡ് തന്നെ എല്ലാം ഉണ്ട്. അതിൽ നിന്ന് തന്നെയുള്ള ആ ഒരു അതിൻ്റെ കൊഴുപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരികയും ചെയ്യും. നമ്മൾ ഒട്ടും എണ്ണ ചേർത്തില്ല, അതിനകത്ത് എണ്ണ നിൽക്കുന്നത് അത്ര ആ കൊഴുപ്പൊക്കെ പോയി എണ്ണയൊക്കെ ആയിട്ട് നന്നായിട്ട് അത് ഫ്രൈ ആയി വരും. സത്യം പറഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ ഈ എയർ ഫ്രയറിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കനാണ്. ഞാൻ ആദ്യമായിട്ട് എയർ ഫ്രൈ മേടിച്ചിട്ട് ഷവർമ ഉണ്ടാക്കി നോക്കി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആ ഒരു വീഡിയോ ഞാൻ ഒരു പ്രാവശ്യം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി പറയണം. എങ്കിലേ എനിക്കതിനെ അങ്ങോട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിൽ മാത്രമേ നല്ലതായിട്ട് നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഉള്ളി നന്നായിട്ട് ആ സമയം കൊണ്ട് വഴന്നിട്ട്, ഞാൻ പറഞ്ഞില്ലേ ടൈം അപ്പോൾ ലാഭിച്ചൂടെ. അത്ര നേരം ഇല്ലെങ്കിൽ ആ ചിക്കൻ വറുക്കുന്ന സമയം കൂടെ നമ്മുടെ വേസ്റ്റായി പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. എയർ ഫ്രയർ ഇല്ലാത്തവർ അല്ലാണ്ട് വറുത്തെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. എയർ ഫ്രയർ തന്നെ വറുത്തെടുക്കണമെന്നൊന്നുമില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ അതിനകത്ത് ഇട്ട് കൊടുത്ത്, അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഈ വഴറ്റിയെടുക്കുക. ഈ സാധനത്തിനൊരു പച്ച കുത്തലുണ്ട്, അത് വല്ലാണ്ടൊരു ടേസ്റ്റാണ്. അത് ഇഷ്ടമല്ല എനിക്ക്. അപ്പം നിങ്ങൾക്കും ഇഷ്ടമല്ലായിരിക്കും, എനിക്ക് ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ രാവിലെ എണീറ്റിട്ടേ വെറും വയറ്റിലൊരു വെളുത്തുള്ളിയും ഒരു ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളം കൂടെ കുടിക്കാനുണ്ടല്ലോ, നല്ലതാണ് വയറ് കുറയാനായിട്ട്. പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണ് കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് നാൾ ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ഒരു കാര്യം ചെയ്യുന്നതിന് ശീലം എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നല്ലതാണ്, ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി. ഇപ്പോഴും മുളക് പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കുക, എരിവ് കൂടുതലുള്ളതാണെങ്കിൽ മുളക് പൊടി കുറച്ചിട്ട്. ഇത് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ടത്. 3 തികച്ചില്ല. എരിവ് കൂടുതലുള്ളതാണെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ കാശ്മീരി മുളക് പൊടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ
ചേർക്കുക. എപ്പോഴും മുളക് പൊടി ഇടുമ്പം 2 സ്പൂണാണെന്നുണ്ടെങ്കിൽ 4 സ്പൂൺ മല്ലിപ്പൊടി ഇടുക, 3 അങ്ങനെ ഇടുന്നവരുണ്ട്. അതിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ 4 സ്പൂൺ, 2 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന പെരുംജീരകം, കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല, അത് മാത്രമാണ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. അല്ല പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു മസാലകളും അതൊന്നും ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാറില്ല. ഇതൊരു 3.5 സ്പൂണ് ഇട്ടിട്ടുണ്ട്. അത് മാത്രം മതി. നല്ല മണം ആണിത്, നല്ല ഫ്ലേവർ ഉണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ പൊടിച്ചിട്ടുണ്ട്. പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് എന്തായാലും കുറച്ച് നാളിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഇങ്ങനെ സമയമുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ പൊടിച്ചൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക. നല്ലതായിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടത് മൊരിഞ്ഞ് വരുമ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ആ മസാലയുടെ. ശരിക്കും ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവരല്ല, നല്ല മസാല കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് പോലത്തെ മസാലകളൊന്നും അല്ല ഇവിടെ കിട്ടുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് കൊണ്ടുവരുന്നതാണ്. ഇവിടുത്തെ മസാല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബെഡ ഇലാച്ചി എന്നൊക്കെ പറയുന്ന ഒരു സാധനം മസാലയുടെ കൂടെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഭയങ്കര വല്ലാണ്ടൊരു സ്മെല്ലാണ്. ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമാണ്, നമ്മുടെ നാട്ടിലുള്ളവർക്ക് അധികം അങ്ങനെ അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് തക്കാളി 3 തക്കാളി ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി എടുത്ത് അതേപോലെ വഴറ്റിയെടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത ഉടയണം, അതുവരെ നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ. ആദ്യമൊക്കെ ഇവിടെ വരുമ്പോഴേ ഈ മല്ലിയിലയുടെ മണം എനിക്കിഷ്ടമല്ലായിരുന്നു. പക്ഷേ പിന്നെ അത് ഉപയോഗിച്ച് എനിക്കത് ഇഷ്ടമായി. പക്ഷേ അതുപോലെ ഞാൻ വിചാരിച്ചു ഈ വലിയ ഇലയ്ക്ക ഉണ്ടല്ലോ അതും അതുപോലെ ഇഷ്ടമാകുന്നതായിരുന്നു. പക്ഷെ അതങ്ങനെ അങ്ങോട്ട് പറ്റുന്നൊരു ടേസ്റ്റ് അല്ല. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഉപ്പ് എപ്പോഴും ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ശേഷം. ഇതിന് ഉപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർത്തത്. ഈ ടൈമിൽ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഇറച്ചി ഇട്ടിട്ട് റോസ്റ്റ് ചെയ്ത് കഴിക്കാനും നല്ലതാണ്. ഇത്ര ആ ഒരു ഇത് വരുമ്പോൾ ആ ഇറച്ചി എയർ ഫ്രയറിലിട്ടത് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് മസാല ഈ നെച്ചോറിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കഴിക്കാനും അടിപൊളിയാണ്. ഇതേ നന്നായിട്ട് ഇതായി. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ വെള്ളം ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തിട്ട് ഗ്രാമ്പു, കുരുമുളക്, കറുകപ്പട്ട, ഏലക്ക എല്ലാം ഇട്ട് അതിൽ ഒരു നാരങ്ങയും പിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നാരങ്ങ ഒഴിക്കുമ്പോൾ ചോറ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒട്ടിപ്പോകത്തില്ല, അങ്ങനെ കിട്ടും. ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഈ വെള്ളത്തിലിടാം. ഞാൻ ഈ വെള്ളത്തിൽ ക്യാരറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ, ഇത് നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണിയില്ലേ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇത് നേരത്തെയൊക്കെ ഒരു ബിരിയാണി വെക്കണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം ടെൻഷനാണ്. അയ്യോ അതെങ്ങനെ വെക്കുക, എങ്ങനെ ആകുമായിരിക്കും, നല്ല രീതിയിൽ ശരിയായി വരുമായിരിക്കും എന്നൊക്കെ. ഇത് നമ്മുടെ നാട്ടിലെ ചെറിയ ജീരകശാല അരി പോലത്തെ അരിയാണ്. നല്ല ചോറാണ് ഇതിൻ്റെ. കണ്ടോ നമ്മുടെ ഇറച്ചിയെല്ലാം നല്ല ശരിക്കും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെക്കുന്നത് കൊണ്ട് അതൊട്ടും താഴോട്ട് പോകത്തില്ല. അതെടുത്ത് ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചാൽ മതി. അതുകൊണ്ട് വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. ഇപ്പം അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് നമ്മളിത് ചെയ്യുമ്പോണ്ടല്ലോ ആ ചിക്കൻ ശരിക്കും അങ്ങ് ഉടഞ്ഞു പോവും. പിന്നെ കഴിക്കാൻ നേരം അങ്ങനെ കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ചേർക്കുന്നത്. നിങ്ങൾക്കെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ ആ മസാല ഇത് ചെയ്തിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇതിനന്ന് കുറച്ചൊരു മസാല എടുത്തിട്ട് നമുക്ക് ആ ചോറ് വയ്ക്കാൻ വയ്ക്കുന്ന വെള്ളത്തിനകത്ത് നമുക്ക് ചേർക്കാം. അപ്പോൾ ആ ചോറിൽ ആ മസാലയുടെ ടേസ്റ്റൊക്കെ പിടിച്ച് നന്നായിട്ട് കിട്ടും. പ്രത്യേക ഒരു ഫ്ലേവറാണ്. കണ്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കുഞ്ഞു ചെറിയ ടിപ്പുകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് സ്പൈസസിൻ്റെ ആവശ്യം വരത്തില്ല. ആ ഒരു ബൗള് വെള്ളം ഇതിനകത്ത് വെച്ച് കൊടുക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ ചിക്കൻ ഡ്രൈ ആയിട്ടിരിക്കുകയല്ലേ, അതെല്ലാം ഒന്ന് പിടിച്ച് ആ മസാല കുറച്ചൊന്നൊരു ലിക്വിഡ്. ഒരുപാട് ഡ്രൈ ആയിട്ടിരുന്നാലും നമ്മൾ മസാല ഇല്ലാണ്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നത്തില്ല ചോറിന്. അത് കാരണം ചെയ്യുന്നതാണ്. ഒരു ബൗള് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അരി നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം.
കുറച്ച് നേരം കുതിർത്ത് വയ്ക്കുക. ഒരു 15 മിനിറ്റ് ടൈമൊക്കെ ഉണ്ടെങ്കിൽ കുതിർത്ത് വെച്ചിട്ടിരിക്കുകയാണെന്ന് കഴുകിയിടുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് ചോറ് വെന്ത് കിട്ടുകയും ചെയ്യും. ഇത് 4 ഗ്ലാസ് അരിയുണ്ട്. 1 ഗ്ലാസ് അരി, എനിക്ക് 1 ഗ്ലാസിൻ്റെ അളവ് അറിയത്തുള്ളൂ. 1 ഗ്ലാസ് അരിക്ക് 2 പേർക്ക് ബിരിയാണി നന്നായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. ഞങ്ങളിവിടെ 6 പേര് ഉണ്ട്, അത് കാരണമാണ് 4 ഗ്ലാസ് അരിയുടെ ചോറ് വയ്ക്കുന്നത്. എന്തായാലും ആരെങ്കിലും നിങ്ങൾ സമയം ഒരുപാട് സൺഡേയിലൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ തോന്നുവാണെന്ന് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബിരിയാണി ഇങ്ങനെ വയ്ക്കാനായിട്ട് ശരിക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരുപാട് നമ്മൾ സാധനങ്ങളൊക്കെ ചേർത്ത് ബിരിയാണി വയ്ക്കുന്നതിലും നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ നമുക്ക് ബിരിയാണി വെച്ച് നോക്കാനായിട്ട്. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഫീഡ്ബാക്കുകൾ അറിയിക്കണം. കൊള്ളാമായിരുന്നോ ഇല്ലായിരുന്നോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം. പുറത്തുനിന്നൊക്കെ മസാല മേടിക്കുന്നതിൽ നല്ലത് ചുമ്മാണ്ടിരിക്കുന്ന സമയത്തൊക്കെ എടുത്ത് വറുത്ത് പൊടിച്ചൊക്കെ വയ്ക്കുക. ഇപ്പോൾ സാമ്പാറിനാണേലും ചിക്കനാണേലും ഗരം മസാലകളൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കുറച്ചുകൂടെ നല്ലത് നിങ്ങളുടെ ഹെൽത്തിനും നല്ലതായിരിക്കും. പിന്നെ ആദ്യമൊക്കെ മടിയായിരുന്നു കേട്ടോ നിങ്ങളോട് പറയാൻ. ഇതൊന്നും പിന്നെ ഇവിടെ കിട്ടാണ്ടായി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് തുടങ്ങിയത്. കാരണം ആ ചോറ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. കാര്യം ഒരുപാട് സമയമൊന്നും ദമ്മിട്ട് വെക്കാറില്ല. ഒരു 10-15 മിനിറ്റ് മാത്രം ദമ്മിട്ട് വെക്കത്തുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചോറ് വെന്തെടുക്കണം കേട്ടോ. കുഞ്ഞി ടവലായിട്ട് കൈ നല്ല പൊള്ളി, കാരണം പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ വേറും ചെറിയ കിച്ചണാണേ ഉള്ളത്. ഞാൻ എപ്പോഴും ചിന്തിക്കും നമ്മുടെ നാട്ടിലൊക്കെ വലിയ ആ ഒരു കിച്ചണിലൊക്കെ നിന്ന് ആഹാരമൊക്കെ പാകം ചെയ്തിട്ടെല്ലാം ഇങ്ങനെ വേറൊരു കുഞ്ഞു കിച്ചണാണ് ഇവിടുത്തെ. ഇങ്ങോട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ, ക്വാർട്ടേഴ്സിലാണെങ്കിലും അല്ലാണ്ട് എല്ലായിടവും ഇങ്ങനെ ചെറിയ ചെറിയ കിച്ചണുകളാണ്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഗരം മസാല പൊടിച്ച് കുറച്ചിട്ട്, പിന്നെ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കറിവേപ്പില അതിൻ്റെ കൂടെ ഉണ്ട്. പുതിന ശർക്കല ഉള്ളു കേട്ടോ. ഈ സമയത്ത് ഞാൻ അല്ലാണ്ട് വെക്കുന്ന പൈനാപ്പിൾ, ക്യാരറ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കുന്നതാണ്. ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ളതല്ല. പിന്നെയും ഞാൻ പറയാം, തട്ടിക്കൂട്ട് ബിരിയാണിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ നെയ്യ് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി കുറച്ച് തോനെ വേണ്ടവർക്കാണ് 1-2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കളർ ചേർക്കാറില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇതിൽ ബിരിയാണിയിൽ ഞാൻ ചേർക്കാറില്ല. ഈ ചോറും കൂടെ ഇട്ട് നിരത്തിയെല്ലാം കൊടുത്തതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്കും കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത് എടുത്ത് അടച്ച് ഒരു 10 മിനിറ്റൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ബിരിയാണി റെഡി. നല്ല സലാഡിൻ്റെയും അച്ചാറിൻ്റെയും പപ്പടത്തിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഒരുപാടും കഴിക്കാം, കാരണം ഒരുപാട് സ്പൈസസ് ഒന്നും ഒരുപാടങ്ങ് മസാലാസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഒത്തിരി നമുക്ക് കഴിക്കാനും പറ്റും. പെട്ടെന്ന് ബിരിയാണി കഴിക്കുമ്പോഴുള്ള ഒരു മൊത്തം ഇതൊന്നും ഉണ്ടാകത്തില്ല.